അപ്പോൾ ഗൈസ് നമ്മളിന്ന് എവിടെ പോകാമെന്നറിയാവോ? എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് എൻ്റെ ചെറുതിലെ തൊട്ടേ, അതായത് ഒരു തന്നെ എനിക്ക് വിജയനെ ഒരുപാട് ഇഷ്ടമാണ്. അന്ന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിജയ് ഫാൻസ്, അന്ന് സൂര്യ ഫാൻസും വിജയ് ഫാൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിപ്പോൾ ഒരുപാട് അടിയും വഴക്കും ചുമ്മാ ആ ഒരു ഇതിൽ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അന്നൊക്കെ വിജയ് ഫാൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഞാൻ സിനിമയൊക്കെ, ഞാൻ ഫസ്റ്റ് ഫാൻ ഷോയ്ക്കൊന്നും പോയിട്ടില്ല, ബട്ട് ആ ഒരു ഇഷ്ടം അന്നും ഉണ്ടായിരുന്നു. പിന്നെ അത് വളർന്ന് വന്ന് കോളേജിലൊക്കെ പഠിച്ചപ്പോഴും അതേ ഇഷ്ടമുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരുമാതിരി ഇങ്ങനെ രോമാഞ്ചം ഇങ്ങനെ വരും. എനിക്ക് കുറേ സിനിമകൾ വിജയുടെ ഭയങ്കര ഇഷ്ടമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ ഷാജഹാന്, ഖുഷി, പിന്നെ മെർസൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ കുറേ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളുണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ സിനിമയൊക്കെ കാണുമൊക്കെ ഇതാവും. പിന്നെ കുറേ സിനിമകൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ടുണ്ട്. ഫാൻ ഷോ അല്ല, അല്ലാതെ പോയി. അങ്ങനെ UK വന്നിട്ട് ഇപ്പം ജനനായകൻ കാണാനായിട്ട് വൺ ലാസ്റ്റ് സ്റ്റെപ്പ് കാണാനായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോടല്ല ഞാൻ പോകുന്നത്. എനിക്ക് കാണണം, എൻ്റെ ഒരു ആഗ്രഹത്തിന് എനിക്ക് കാണണം. അപ്പോൾ അതിൻ്റെ ഈ എൻഡിലൊക്കെ വരുന്നതും പിന്നെ ടൈറ്റിൽ കാർഡൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എന്തായാലും കാണാൻ പോവാം എന്നൊക്കെ. ചെറുതിലേ തൊട്ട് ഞാൻ ഭയങ്കര വിജയ് ഫാനാണ്. എനിക്ക് ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ ബുക്ക് മേടിക്കുമ്പം വിജയുടെ ഇതൊക്കെ ഉള്ള പുറന്താളൊക്കെ ഉള്ള ബുക്ക്, സ്റ്റിക്കറ്, നെയിം സ്ലിപ്പ്, പിന്നെ പോസ്റ്ററൊക്കെ എവിടെയും കണ്ട അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. എല്ലാം നമ്മുടെ പണ്ടത്തെ ഈ സ്ലാം ബുക്കില്ലേ, നമ്മുടെ ഓട്ടോഗ്രാഫ് ബുക്ക്, അതൊക്കെ എൻ്റെ വിജയുടെ ആയിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആളെ സിനിമ എന്നിട്ട് എനിക്ക് ആളുടെ ക്യാരക്ടറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പം ഞാൻ ഒരു നിമിഷം ഞാൻ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വരെ ചിന്തിച്ചായിരുന്നു. വോട്ടിൻ്റെ സമയത്തൊക്കെ പ്രൈം മിനിസ്റ്റർ ആയാലോ, ചീഫ് മിനിസ്റ്റർ ആയാലോ. അപ്പോൾ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഒക്കെ വിജയനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ കുറേ പേർക്കൊക്കെ അസൂയ കുശുമ്പൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അതൊരു എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ. കുറച്ച് ആൾക്കാർ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു മനുഷ്യനെ ഒരുപാട് നെഞ്ചിലേറ്റി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആളുടെ സ്പീച്ച്, സിനിമകൾ എല്ലാം. പിന്നെ കുറേ പേരൊക്കെ കളിയാക്കും, എല്ലാത്തിനകത്ത് രക്ഷകരായിട്ട് വന്ന ഒരേ തീമാണ്, ഒരേ സ്റ്റോറിയാണ് എല്ലാത്തിനകത്ത് എന്നൊക്കെ പറയും. ബട്ട് സ്റ്റിൽ അങ്ങനെ ആണെങ്കിൽ പോലും ആ സ്റ്റോറിയും ആ ഒരു സിനിമേനെയും ആ ഒരു കഥാപാത്രത്തിനെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ആ ഒരു മനുഷ്യൻ്റെ 52 വയസ്സുണ്ട്. ആ മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല. അപ്പം 52 വയസ്സുള്ള ആ മനുഷ്യൻ്റെ ലാസ്റ്റ് സിനിമയാണ്. അപ്പോൾ അത് ഇറങ്ങാനായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങാനിരുന്നില്ലായിരുന്നു, അതോ ഏപ്രിലായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ അത് എല്ലായിടത്തും റിലീസായി. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. നല്ല റിവ്യൂസ് പറയുന്നവരുണ്ട്, ചീത്ത റിവ്യൂസ് പറയുന്നവരുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് അത് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അപ്പം ഞാനത് കാണാനായിട്ട് പോവാണ്. വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അത് കാണണമെന്നുണ്ട്. ഇനി അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഒന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡും ആണ് പോകാനായിട്ട്. അപ്പം ഞാൻ ജനനായകൻ കണ്ടിട്ട് വരാവേ. അപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഒരു സ്ഥലത്തെത്തി, ഇനി ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകും. അപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്ക് ഞാനിങ്ങനെ ടോയ്ലറ്റിൽ കയറി ഒന്ന് ഫ്രഷ് ആയതാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ.
ഞാൻ സിനിമയൊക്കെ കണ്ടിട്ട് പോയിട്ട് വന്നേക്കാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ എന്നെ കണ്ട കോലത്തിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കുറച്ച് ട്രാവലൊക്കെ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് കമ്പാരിറ്റീവ്ലി വിജയുടെ ബാക്കിയുള്ള സിനിമകളിൽ നിന്ന് ഇതിനകത്ത് കുറേ ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര വയലൻസ് ഇച്ചിരി കൂടുതലായിരുന്നു. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി ഇങ്ങനെ കാണാൻ പറ്റത്തില്ല എന്ന് ഉള്ളിലുള്ളത് കൊണ്ടാവാം, എനിക്കറിയില്ല. ബട്ട് ഓവറോൾ എനിക്ക് കുഴപ്പമില്ല. വിജയനെ പോലെ തന്നെ എനിക്ക് എടുത്ത് പറയാൻ ലാസ്റ്റൊക്കെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് മമിത ബൈജുവിൻ്റെ ക്യാരക്ടറും. അത് നല്ലതായിരുന്നു. ആ ഒരു ബോണ്ടിങ്ങും അതൊക്കെ നല്ലതായിരുന്നു. ഓവറോൾ നല്ലതായിരുന്നു. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് പോയത് നമ്മൾ ഈ റീലിലൊക്കെ കണ്ട ആ ഒരു ലാസ്റ്റ് ഇതില്ലേ, അതായത് ആ ട്രിബ്യൂട്ട് ടു വിജയ്, അതായത് എല്ലാത്തിൻ്റെയും പഴയ സിനിമകളുടെ എല്ലാവിടെ കട്ടിങ്സ് വന്നൊരിത്, അത് ഇങ്ങനെ എന്താ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് ഉണ്ടാവില്ല. ഇവിടെ അത് റിലീസ് ചെയ്തപ്പോഴൊന്നും USA UK റിലീസ് ചെയ്തപ്പോൾ അതില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഉണ്ടാവില്ലായിരിക്കുമെന്ന്. ബട്ട് ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമില്ല.